യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. അടുത്ത വാക്കാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടെ ഇരുന്നു. ഒരു വീട്ടിൽ കർത്താവ് സ്നേഹിക്കുന്ന ഒരു വീട്ടിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ട് ആ പ്രശ്നത്തോട് പ്രതികരിക്കാതെ, ആ വാക്കാണ് നമുക്ക് വേണ്ടത്. എന്നിട്ടും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ആ വാക്ക് ഒച്ചത്തിൽ പറഞ്ഞേ. എന്നിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. അതരം തുറന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹൃദയം തുറന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ദൈവമക്കൾ ചേർന്നൊന്ന് സ്തോത്രം ചെയ്ത്, കർത്താവേ രാത്രിയും കൂടെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. പകൽ എത്ര പേര് ഭൂമിയിൽ നിന്ന് പോയി, എത്രയോ പേര് മൺമറഞ്ഞു, എത്രയോ പേര് ആക്സിഡൻറ്റിൽ പെട്ടുപോയി, എത്രയോ പേര് രോഗക്കിടക്കയിലായി, എത്രയോ പേര് പാരലൈസായി. അവരുടെയൊക്കെ നടുക്ക് ഈ സാധുക്കളാകുന്ന ഞങ്ങളെ ദൈവം സൂക്ഷിച്ചല്ലോ. അപ്പാ, ഒരു യോഗ്യത ഉള്ളത് കൊണ്ടല്ല, നിന്റെ സ്നേഹ നിമിത്തം, നിന്റെ ആർദ്രത നിമിത്തം, നിന്റെ കരുണ നിമിത്തം ഞങ്ങളെ കാത്തതിനായിട്ട് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. ഞങ്ങളെ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം. ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റേജ് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസിക്കായി, കുഞ്ഞുങ്ങൾക്കായി, കുടുംബത്തിനായി സ്തോത്രം. ആരാധന നയിക്കുന്ന കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. 2024 സമാനതകളില്ലാത്ത ദൈവപ്രവർത്തികൾ ഈ സഭയിൽ ദൈവം ചെയ്യണമേ കർത്താവേ. വലിയ അത്ഭുതം ഈ സഭയിൽ നടക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി ഇവിടെ സംഭവിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭ പാതാള ഗോപുരങ്ങളെ ജയിക്കട്ടെ. സഭ അന്ധകാരങ്ങളെ കാൽക്കീഴിലാക്കട്ടെ. സഭ പോരാട്ട മണ്ഡലങ്ങളെ ജയിക്കട്ടെ. 24 മണിക്കൂറും ആരാധന നടക്കുന്ന ഒരു വർഷിപ്പ് സെൻ്ററായി ഇത് മാറട്ടെ കർത്താവേ. ഒരു ഞായറാഴ്ച ഒന്നിലധികം ആരാധനകൾ നടക്കട്ടെ. ആമേ. അധിക സ്ഥലത്തുനിന്ന് വാഹനത്തിൽ ആളുകൾ ആരാധനയ്ക്ക് വരട്ടെ. സഭയുടെ പേരെഴുതിയ വലിയ വാഹനങ്ങൾ ജനത്തെ കയറ്റാൻ, ആത്മാക്കളെ കയറ്റാൻ ഈ പട്ടണത്തിൽ കൂടെ സഞ്ചരിക്കട്ടെ. വിശാലത കൽപ്പിക്കപ്പെടട്ടെ. വിസ്താരത്തിലേക്ക് വരട്ടെ. കൂട്ടസ്നാനങ്ങൾ നടക്കട്ടെ. ഒന്നിലധികം ഭാഷകളിൽ ഇവിടെ ആരാധന നടക്കട്ടെ. ഇതൊരു മിഷണറി സഭയായി തീരട്ടെ. ഒത്തിരി ദൈവദാസന്മാർ ഇവിടെ എഴുന്നേക്കട്ടെ. ഇന്ത്യയുടെ ഉണർവിന് വേണ്ടിയുള്ള ഒത്തിരി അഭിഷിക്തന്മാർ ഇവിടുന്ന് എഴുന്നേക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ സമ്പൂർണമായിട്ട് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ഭാഗം ഒന്ന് കർത്താവ് തന്ന വെളിപ്പാടിൽ നിന്നുകൊണ്ട് ചില മിനിറ്റുകളൊന്ന് ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, യേശുവിൻ്റെ ദൈവത്വമാണ് അതിൻ്റെ പ്രതിപാദ്യ വിഷയം. അതുകൊണ്ട് മത്തായിയും മർക്കോസും ലൂക്കോസും എടുത്തെഴുതിയ എല്ലാ സംഭവങ്ങളും യോഹന്നാൻ എടുത്തിട്ടില്ല. യോഹന്നാൻ ആ മേഖലയിലൊക്കെ ഭയങ്കര സെലക്റ്റീവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം നിങ്ങൾ എടുക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. എല്ലാം ഒരുക്കി വെച്ചിട്ടും സമയമായപ്പോൾ നാട്ടുകാരുടെ നടുവിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരു അപ്പനെ നിങ്ങൾക്ക് അവിടെ കാണാം. കല്യാണ ദിവസം തന്നെ എല്ലാം തകർന്നു പോയിട്ട് വിരുന്നിൻ്റെ അന്ന് വീഞ്ഞു കൊടുക്കാനില്ലാതെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാണക്കേടിൻ്റെ നാൽക്കവലയിൽ പെട്ടുപോയ ഒരു വീടിനെ നിങ്ങൾക്ക് അവിടെ കാണാം. ഇന്നത്തെ പോലെ ഓടിച്ചെന്ന് എവിടെയെങ്കിലും ചെന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീഞ്ഞ് ഫ്രിഡ്ജിനകത്തുനിന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റിയ കാലമല്ലത്. ഇതൊരു ഹൂദായ കർഷക കുടുംബമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ, ആരും കണ്ണടച്ചിരിക്കല്ലേ പ്ലീസ്. ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഒരു സൊല്യൂഷനുമില്ലാത്ത ഒരു വീട്,
10 കിലോ മുന്തിരി മേടിച്ച് പിഴിഞ്ഞേച്ച് പെട്ടെന്ന് വീഞ്ഞെടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇത് മാസങ്ങൾ നീളുന്നൊരു പ്രോസസ്സാണ്. ഈ ഒന്നും ചെയ്യാൻ മേലാതെ വരുന്നൊരു സമയത്താണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ നടക്കുന്നത്. ഈ ചില വീട്ടുകാരെയൊക്കെ ചിലർക്ക് വരുന്ന രോഗങ്ങളുടെ പ്രത്യേകത ഡോക്ടറിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചില വീട്ടുകാർക്ക് വരുന്ന ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിന്റെ പ്രത്യേകത ബാങ്കുകാരനും ലോൺകാരനും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ചില വീടുകളിൽ വരുന്ന പ്രശ്നങ്ങളുടെ പ്രത്യേകത ലോകത്തിൽ ഒരാൾക്കും പരിഹരിക്കാൻ പറ്റുകയില്ല. പക്ഷെ എഴുതി വെച്ചോ, അവിടെ ദൈവത്തിന്റെ ഇടപെടൽ നടക്കാൻ പോകുകയാ. എനിക്കറിയില്ല, ഞാൻ ഇന്ന് ഈ 15ാമത്തെ രാത്രിയിൽ ഈ സഭയിൽ ഈ ദൂത് പറയുമ്പോൾ ചില വീട്ടുകാര് സമാനതകളില്ലാത്ത ചില വേദനകളിൽ ദൈവത്തിന്റെ ചില ഇടപെടലുകൾ ഒന്ന് യേശുവേ എന്ന് വിളിച്ചൊന്ന് ആരാധിച്ചാട്ടെ. ആമേൻ. ഒന്നും ചെയ്യാൻ കഴിയാത്ത നിന്റെ പണത്തിന് പരിഹരിക്കാൻ കഴിയാത്ത, നിന്റെ കഴിവുകൾ തോറ്റുപോകുന്ന, നിന്റെ ആരോഗ്യം പരാജയപ്പെടുന്ന ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ നിങ്ങൾ ഞാൻ ഈ പറയുന്ന അർത്ഥത്തിൽ എത്ര പേരുടെ അകത്ത് എത്തുന്നുണ്ട്? ഹല്ലേലൂയ. ചില പറയുന്നത് എനിക്ക് എന്ത് രോഗം വന്നാലും പേടിയില്ല, കാര്യം എനിക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നാ പറയുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എനിക്ക് എന്തുണ്ട്? ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് 5 ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ പ്രാണനെ വൈദ്യശാസ്ത്രത്തിന് രക്ഷിക്കാൻ കഴിയാത്ത ഒരു പ്രോബ്ലം ആണെങ്കിൽ അവിടെ ഇടപെടാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി നമ്മുടെ ദൈവാശ്രയ ബോധം വളരട്ടെ. ആട് പ്രസവിക്കാനും പശു പ്രസവിക്കാനും ഹോളോബ്രിക്കിന്റെ 1000 കട്ട മേടിക്കാനും ഒക്കെ ദൈവത്തെ ആശ്രയിക്കണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ ദൈവം അപരിമിതനാണ്. എന്നോട് ദൈവാത്മാവ് ഈ പുൾപിറ്റിൽ നിൽക്കുമ്പോൾ തീ പോലെ എന്നോട് പറയുകയാ, ചില വല്ലാത്ത പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ ഇടപെടൽ ചില വീട്ടുകാർ അനുഭവിക്കാൻ പോകുകയാ. ഓ, കൈ ഉണ്ടെങ്കിൽ ആ കൈ ഒന്ന് വൃത്തിയായിട്ട് അടിച്ച് ചില വല്ലാത്ത ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവരോട് പറയാം, ആമേൻ, ചില വല്ലാത്ത പ്രോബ്ലങ്ങളിൽ ഞാൻ അങ്ങോട്ട് കയറി വരാം. ഈ രാജാക്കന്മാരുടെ പുസ്തകം എടുക്കണ്ടേ? 6ാമത്തെ അധ്യായത്തിൽ ഈ പ്രവാചക ശിഷ്യന്മാർക്ക് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ, അവർ പാർക്കുന്ന സ്ഥലം ഇടുക്കമായതുകൊണ്ട് അവർ മരം വെട്ടാൻ പോയെന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. നിങ്ങൾ എത്ര പേരത് വായിച്ചിട്ടുണ്ട്? എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെന്താ കുഴപ്പം? ഈ വളരുന്നത് ആരാ, വിശാലതയിലേക്ക് വരുന്നത് ആരാ എന്ന് ചോദിച്ചാൽ, ഈ ഉള്ള അനുഭവങ്ങളിൽ ഇത് മതിയെന്ന് പറഞ്ഞ് കുഴിമുയലിനെ പോലെ കുഴിച്ച് അവിടെ ഇരിക്കാതെ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് വിശാലമാകണം എന്ന് ചിന്തിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ശ്രദ്ധിച്ച്, കർത്താവിൻ്റെ വരവ് വരെ ഞങ്ങൾക്ക് ഈ ഹോള് മതിയെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ കർത്താവിൻ്റെ വരവ് വരെ ഇതിനകത്തിരുന്ന് ആരാധിക്കാം. അല്ല, 2025 ഇതിന്റെ 10 ഇരട്ടി വലിപ്പമുള്ളൊരു ഹോള് ഇവിടെ ഉണ്ടാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ ഒരിക്കല് ഒരു സ്ഥലത്ത് ചെന്നപ്പോ
അവിടുത്തെ ഒരു സഹോദരി വന്നേച്ച്, ഭർത്താവും കൂടെ വന്നേച്ച് എന്നോട് പറഞ്ഞൊരു പരാതി ഞാൻ ഓർക്കുന്നുണ്ട്. ദേവദാസനെ, പാസ് ഇത്രയും വർഷത്തിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ എന്നോടൊരു ദൂത് പറഞ്ഞതാ, എന്നെ വേറെ ഒരു രാജ്യത്തേക്ക് ദൈവം അയക്കുമെന്ന്. ആ ദൂത് കേട്ടുകൊണ്ട് ഞാൻ ഏജൻസിക്ക് 5 ലക്ഷം രൂപയും കൊണ്ടടച്ചു. ഞാൻ 3 പരീക്ഷ എഴുതി, 3ഉം തോറ്റുപോയി. കുറ്റം ആരുടെയായി? മിണ്ടുന്നില്ലല്ലോ. അപ്പൊ ഈ കണക്ക് പറഞ്ഞാൽ ഈ 5 ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുക്കണം. അതാണ് അവസ്ഥ. അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ സേവിക്കുന്നത് അവിശ്വസ്തനായൊരു ദൈവത്തെ അല്ല. എൻ്റെ അനുഭവത്തിൽ 100 കാര്യങ്ങൾ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ, ദൈവം വിശ്വസ്തനാണ്. അന്നേരം ആ പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് എന്നോട് പറയാ, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഇവൾ 3 പ്രാവശ്യം പരീക്ഷ എഴുതി, പക്ഷേ പഠിക്കേണ്ട ബുക്ക് ഇവൾ തുറന്നു നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ കുറെ നേരം അവിടെ നിന്ന് ചിരിച്ചു. അല്ല പിന്നെ എന്നാ ചെയ്യാനാ, എനിക്ക് അന്നേരം കരയാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ചിരിച്ചത്. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇന്ന് രാത്രി യോഗത്തിന് വരണമെന്ന് തീരുമാനിച്ചവരാണ് ഇവിടെ വന്നത്. തീരുമാനിച്ചേച്ച് കണ്ണു തുറന്നപ്പോൾ ആരും ചർച്ചയിൽ വന്നില്ല. ഒരാമേൻ. 5:30 ആയപ്പോൾ യോഗത്തിന് പോകണം തീരുമാനിച്ചു. 5:45 ആയപ്പോൾ ചർച്ചയിൽ വന്നവരാരുമില്ല. തീരുമാനത്തിന്റെ തൊട്ട് പുറകെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. സഭയോട് ദൈവാത്മാ പറയുന്നു, തീരുമാനത്തിന്റെ അപ്പുറം നീ പ്രവർത്തിക്കാൻ തുടങ്ങ. തീരുമാനിച്ച ആ സെക്കൻഡിൽ വീട്ടിലിട്ട് മുഷിഞ്ഞ ആ ഉടുപ്പെല്ലാം മാറ്റി പോയി കുളിച്ച് വൃത്തിയായി വേറെ തുണി ഉടുത്ത് പിള്ളേർക്ക് ഭക്ഷണം കൊടുത്ത് എല്ലാം റെഡിയാക്കി അവിടുന്ന് ഒരൊറ്റ പിടിപ്പീരാൻ ഓടി ചർച്ചിനകത്ത് വന്നു. 5:30 തീരുമാനമെടുത്തു, 6:30 ചർച്ച് വന്നു. ദാണ്ട് ഇവിടെ വന്നിരിക്കുന്നു. ചിലർ വന്നപ്പോഴേ തീരുമാനിച്ച് ഇന്ന് തല പോയാലും ഞാൻ ഈ ദൂതൊന്ന് കേട്ടിട്ടേ ഉള്ളെന്ന്. ചിലർ വന്നപ്പോഴേ തീരുമാനിച്ചു, പ്രാർത്ഥിക്കുന്ന പോലെ കണ്ണടച്ച് പിടിച്ച് ഇവിടുന്ന് ഉറങ്ങിയേച്ച് ഞാൻ 9 എഴുന്നേറ്റ് പോരും. നിന്നെ ഒന്നും രക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതിനിടയ്ക്ക് മറ്റുള്ളവരെ ഉണർത്താൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പോ ശ്രദ്ധിച്ചോളൂ, പാർക്കുന്ന സ്ഥലം ഇടുക്കമാണ്. ഈ പ്രവാചക ശിഷ്യന്മാര് ഒരു തീരുമാനം എടുത്തു, മരം വെട്ടാൻ പോണം. കാര്യം വിശാലതയ്ക്കുള്ള മാർഗം അവരന്വേഷിച്ചു. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? മരം വെട്ടാൻ പോണം. ഇവര് മരം വെട്ടാൻ പോയപ്പോൾ എല്ലാവരും കോടാലി എടുക്കുക. കാര്യം മരം വെട്ടാൻ വേണ്ടത് കോടാലിയ. നിങ്ങൾ കേട്ടില്ല, ആരോട് പറയാൻ? മരം വെട്ടാൻ വേണ്ടത് കോടാലിയ. എല്ലാ മരവും കോടാലിക്ക് വെട്ടിയ മുറി. എന്നാൽ അതിനകത്തുനിന്ന് ഏതോ ഒരാള്, എനിക്ക് ആളുടെ അഡ്രസ്സ് അറിയില്ല, അയാളുടെ പേരറിയില്ല, അയാളുടെ ഉയരം അറിയില്ല, അയാളുടെ നിറം അറിയില്ല, അയാളുടെ എഡ്യൂക്കേഷൻ എനിക്കറിയില്ല, അയാൾ ആരാന്നും എനിക്കറിയില്ല. ഏതോ ഒരാള് ഏലീശയുടെ അടുത്ത് എന്ന് പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ വരണമെന്ന്. നിങ്ങൾ കേട്ടില്ലല്ലേ? അയാൾക്ക് മനസ്സിലായി മരം വെട്ടണമെങ്കിൽ കോടാലി മാത്രം പോരാ, ദൈവ സാന്നിധ്യം, പ്രവാചകൻ. അദ്ദേഹത്തിനറിയാം കഴിവ് കൊണ്ട് വിശാലത ഉണ്ടാകിയല്ല, സാന്നിധ്യം നിന്റെ കൂടെ നിൽക്കണമെന്ന്. നിന്റെ വലിയ പ്രവാചകൻ. എന്താ അതിന്റെ അർത്ഥം? ദൈവത്തെ കൂടാതെ വിശാലത ഉണ്ടാകത്തില്ല. നിങ്ങൾ എത്ര പേരെ കേൾക്കുന്നുണ്ട്? ഞാൻ ഇച്ചിരി ഡീപ്പായിട്ട് വരും അതിനകത്തോട്ടെ. ഈ ഏതോ ഒരാള് ചെന്നേച്ച് പറയാ, നീ ഞങ്ങളുടെ കൂടെ വരണം. അപ്പൊ ബാക്കിയുള്ള ആളുകൾ ചോദിച്ചു, ഇയാൾക്ക് എന്നാത്തിന്റെ കേടാ? നമ്മുടെ എല്ലാം കോടാലിയില്ലേ? മരം വെട്ടാൻ ഏലീശ വേണോ? കോടാലി പോലെ. അതാ ബൈബിൾ പറയുന്നത്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്.
നീ ഞങ്ങളുടെ കൂടെ പോരണം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, കഴിവുകാരെല്ലാം തോറ്റ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നീളമുള്ള ഗോലിയാത്തിന്റെ പട്ടാള വസ്ത്രം തോറ്റെടുത്ത് ജയിച്ചത് ദാവീദിന്റെ കവിണയിൽ കല്ലുമാണ്. ദൈവത്തിൽ ആശ്രയിക്കുക. ഉയൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രം എൻ വൈദ്യൻ. എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രം എൻ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കായി. ഈ നിന്മാർവീടം എന്നാശ്രയം എൻ യേശു കർത്താവേ. ആ കൈയൊന്ന് ഉയർത്തിക്കൊണ്ട് എൻ രക്ഷക എൻ ദൈവമേ അല്ലാതില്ലാരും എൻ യേശു മതിയനി. സമയം മുൻപോട്ട് പോകുന്നു, പെട്ടെന്ന് പറഞ്ഞു വിടാം. ഇവരെല്ലാം കൂടെ മരം വെട്ടാൻ വേണ്ടി പോവുക. എല്ലാവരുടെയും കോടാലി ഉണ്ട്. ഏതോ ഒരാൾ നിർബന്ധിച്ച് ഏലീശനെ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഏലീശനെ കൂടെ വിളിച്ചു. ഏലീശ വരണം. ഇവരെല്ലാം കൂടെ മരം വെട്ടാൻ പോകുന്നത് യോർദാന്റെ തീരത്താ. വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തന്റെ കോടാലി വെള്ളത്തിലേക്ക് തെറിച്ചു വീണു. കോടാലി വെള്ളത്തിലേക്ക് തെറിച്ചു വീണു. അയാൾ ഓടിച്ചെന്നിട്ട്, ശ്രദ്ധിച്ചോണേ, പ്രവാചകനോട് ദൈവദാസനെ എന്റെ കോടാലി ഊരിപ്പോയി, യോർദാനിൽ വീണു, അത് വായ്പയാണ്. നിങ്ങൾ കേട്ടായിരുന്നോ? അത് വായ്പയാണ്. അപ്പൊ ഈ കോടാലി ഊരുന്നതിന് തൊട്ട് മുമ്പ് വരെ ആർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ് ഇവർ ഈ വായ്പ കോടാലിയും കൊണ്ടായി വെട്ടുന്നെന്ന്. ഇത് ഊരിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാനിപ്പോ ആ മനുഷ്യന്റെ വായ്പക്കാരനെ കുറ്റം പറയാൻ വരുവാന്ന് അല്ലെന്ന്. നിങ്ങൾ എന്നോട് കൂടെ പിടിച്ചാൽ മതി, ഞാൻ ബാക്കി പറയാം. ദൈവദാസനെ കോടാലി വായ്പയാ. എടോ, എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? വായ്പ മേടിച്ച ഈ പുള്ളിയോടല്ല എന്റെ പരിഭവം. അപ്പൊ ഈ വായ്പ കൊടുത്ത മനുഷ്യന് വെട്ടാൻ പോകണ്ടേ? നിങ്ങൾ കേട്ടില്ല? സഭയെ സങ്കീർത്തനം വായിക്കുമ്പോൾ ഒരച്ചായം ബൈബിള് മറ്റേ ചെറുക്കൻ്റെ മക്കൾ വായിച്ചോടാ. അപ്പൊ ഈ പുള്ളിക്കോ ഞാനിങ്ങനെ നിന്നോളാം, എനിക്ക് അപ്പോ ഇവന് വായ്പ കിട്ടിയത് കോടാലി ഉള്ള ഒരുത്തൻ മടിയനായതുകൊണ്ടാ. ഇതൊക്കെ ആരോട് പറയാൻ? എന്നാ പാസ്റ്ററെ ഞാൻ പറഞ്ഞ വ്യാഖ്യാനം ശരിയല്ലേ? എനിക്ക് രണ്ട് കൈയുണ്ട്, അത് അടിക്കാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. എന്തിനാണെന്നറിയോ? വീട്ടിൽ ചെന്ന് ചപ്പാത്തി മുറിക്കാൻ. എന്നിട്ടോ അപ്പുറത്തിരിക്കുന്ന കൈ അടിക്കുന്നിടത്തോട്ട് നോക്കിയിരിക്കുക. ബോധിച്ചെന്ന് എബ്രാളക്കരി അടിച്ചതായിപ്പോ. ഞാൻ ഞങ്ങളുടെ സഭയിൽ എപ്പോഴും പറയും, കൈ അടിക്കേണ്ട സമയത്ത് കൈ അടിച്ചില്ലെങ്കിൽ വരുന്ന കുഴപ്പം പിന്നെ കൈയും കാലും കൂടെ ഒരുമിച്ചിട്ട് അടിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് കൈ മാത്രം അടിച്ചു വിടുന്നതാ. ഹല്ലേലൂയ. പോട്ടെ. അപ്പൊ ഇത് വേദവസ്തുവായിട്ട് ചുമ്മാ തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കണം. അന്നേരം തമ്പുരാൻ ഓരോന്നൊക്കെ പറയും.
അത് നമ്മുടെ ഉള്ളിലൊരു തണുപ്പാണ്. അല്ല ഈ വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അകത്ത് ചെന്നേച്ചൊരു 4 ഗ്ലോറി പെടണം. ഹല്ലേലൂയ, ആമേൻ. ഈ ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഉച്ച കഴിഞ്ഞ് ഞാൻ പാസ്റ്ററോട് പറയായിരുന്നു, ഈ വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരെപ്പോഴും ഈ പ്രോബ്ലത്തിൽ ജീവിക്കുന്നവരാ. ദൈവദാസന്മാരും അങ്ങനെയാണ്, പക്ഷെ ഞങ്ങളത് പുറത്ത് പറയലെന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസികൾ എപ്പോഴും, ഞാൻ പാസ്റ്ററോട് പറയായിരുന്നു, ഈ നമ്മളെ വിളിച്ച പേര് ആട്. ഒന്ന് പറഞ്ഞേ, അച്ഛത്തി പറഞ്ഞേ, അച്ഛത്തി പറഞ്ഞേ, ആട്. ആടിൻ്റെ പ്രത്യേകത എന്നറിയാം, ഏത് മതിലേലും വലിഞ്ഞു കയറും, പക്ഷെ ഇറങ്ങാൻ അറിയാൻ മേല. കണ്ടിട്ടുണ്ടോ? ആ ഇടയില്ലാത്ത മതിലിന്റെ മേളിത്തെ ഇങ്ങനെ നിന്നുകൊണ്ട് കാറിക്കുക, ഏലിയാമ്മയെ ഓടിവാ എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ. ഏത് മതിലേലും വലിഞ്ഞു കയറും, എന്നെ പ്രശ്നത്തിനകത്ത് പോയി ചാടും, പക്ഷെ രക്ഷപ്പെടാൻ അറിയത്തില്ല. എന്നിട്ട് ഇവൻ അവിടെ കൊടുന്ന് വിളിയോട് വിളിയ, റജിപ്പാസേ ഓടിവായോ, നശിക്കാൻ പോകുന്നു, ഓടിവാ. മേളിൽ നിൽക്കുക. പ്രോബ്ലം. രണ്ടാമത്തെ കാര്യം കേൾക്കണം, ഒരു കുഴപ്പവും ഇല്ലാത്തൊരു കയറെ കെട്ടിയിട്ടേച്ച് പോയാലും 30 മിനിറ്റ് കഴിയുമ്പോൾ 3 മാസം കൊണ്ട് അഴിക്കാൻ മേലാത്തതില്ല കയറ് കുരുക്കിയേച്ച് അത് തൊണ്ടയിലും കൂടെ കുരിച്ചൊരു കടപ്പുണ്ട്. എങ്ങനെയാ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ. ആ കയറും കുരുക്കി അത് കഴുത്തലും കുരുക്കി വെച്ചത് ഇങ്ങനെ ഒരു കട വന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് വലിയ 7 ദിവസം ഞങ്ങളുടെ വീട്ടിൽ മീറ്റിങ്ങിന് വെക്കണമെന്ന്. ഇനിയും കേൾക്കണമെന്ന് എന്തോരം പറയാം. ഈ സാധനം എവിടെയെങ്കിലും ചെന്ന് കടിച്ചാൽ ഒരു ചെടിയുടെ നാമ്പേട്ടേ കടിക്കുകയുള്ളൂ. കണ്ടിട്ടുണ്ടോ? പിന്നെ അത് വളരത്തുമില്ല. വാ തുറന്ന് വല്ലോ പറഞ്ഞു പോയാൽ അടുത്തിരിക്കുന്ന മുടിഞ്ഞു പോകും. പിന്നെ അവൻ്റെ ജീവിതത്തിൽ അവൻകിത് പിടിക്കുകയില്ല. പിന്നെയോ സന്തോഷത്തോടെ പോയി തിന്നുന്നത് നല്ല സാധനമൊന്നുമല്ല. നമ്മുടെ കപ്പയുടെ ഇലയ്ക്കില്ല, കപ്പയുടെ അത് തിന്നേച്ച് വയറും വെറുത്തൊരൊറ്റ കിടപ്പാണ്. ഉപദേശം കണ്ട് അതും ഇതുമെല്ലാം കേട്ട് അവസാനം റജിപ്പാസ് പറയുന്നതാണോ ശരി, അതോ ഇനി മറ്റേ യൂട്യൂബിലെ മറ്റേ ചേട്ടൻ പറ, എന്നിട്ട് ഇങ്ങനെ കടന്നങ്ങ്. ഓ ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും, ജീവനിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഞാൻ കാല് പിടിച്ച് പറയാം, വചനത്തിൽ ഉറച്ചു നിൽക്കണം. ഇനി ഞാൻ എൻ്റെ ബാക്കിയൊന്ന് പറഞ്ഞു പോകാം, സമയം പോകുന്നത് കൊണ്ട്. അപ്പൊ ഈ ഒരു മടിയൻ അവിടെ, ഈ പണ്ട് ഈ കിഴക്കമലയിലെ സഭ ഉണ്ടാക്കാൻ വേണ്ടി സഭയിലെ 8 സഹോദരന്മാർ കാട്ടി കവുങ്ങ് വെട്ടാൻ പോയി. കവുങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഹൂസ്റ്റണിൽ നിന്നൊന്നും വന്നതല്ലല്ലോ ഇന്ന് രാവിലെ. കവുങ്ങ് കവുങ്ങ് വെട്ടാൻ ചർച്ചിലെ 8 സഹോദരന്മാർ പോയി കാട്ടിപ്പോയി കവുങ്ങ് വെട്ടിയേച്ച് കാട് വഴി 8 പേരും കൂടെ ചുമന്ന് ഒരു ചേറുള്ള കണ്ടമുണ്ട്, കണ്ടത്തിൽ കൂടെ നീന്തി വേണം ഹോളിൻ്റെ മുറ്റത്ത് ഇത് കൊണ്ടിടാൻ. അങ്ങനെ 8 പേരൂടെ നീന്തി ഹോളിൻ്റെ മുറ്റത്ത് കൊണ്ടിട്ടപ്പോൾ 7 പേരുടെ കാലെ ചെളിയുണ്ട്, ഒരുത്തൻ്റെ കാലെ ചെളിയില്ല. എന്നാൽ ഇവൻ വെട്ടാൻ പോയതുവാ, കണ്ടതല്ലേ. അപ്പൊ എല്ലാവരും കൂടെ അവനെ പിടിച്ചു വെച്ച് ചോദിച്ചു, ഇത് നിന്റെ കാലേ മാത്രം എന്നാ ചേറില്ല? അവൻ പറഞ്ഞു, കണ്ടം വന്നപ്പോൾ ഞാൻ കവുങ്ങലങ്ങ് തൂങ്ങിയെന്ന് പറഞ്ഞു. കണ്ടോ, ഇങ്ങനെ കവുങ്ങ തൂങ്ങികളുണ്ട്, എല്ലാത്തിനും ഉണ്ട്. പക്ഷേ അവര് കാലേ ചെളി പറ്റിക്കല്ല, കവുങ്ങ തൂങ്ങുക. അവർക്ക് വിശാലത വേണമെന്നൊക്കെ ആഗ്രഹമാണ്, പക്ഷെ ഒരു 10 പൈസ അവരുടെ കയ്യിൽ നിന്ന് അവരെടുക്കുകയില്ല. ഉള്ള സ്വത്രം പോയ പോക്ക് കണ്ട. റജിപ്പാസ് എന്ന് വെച്ചാൽ, അച്ഛാ നമുക്ക് ജാനുവരി ഉപവാസം ഹരിമന ഇരുന്നേക്കാം. പുള്ളി ജീവനുണ്ട്, ചർച്ചയിൽ തിരിഞ്ഞു കയറുകയല്ല. കണ്ടോ, ഈ മടിയന്മാര് കുറെ എണ്ണം ഉണ്ട്, പിടിക്കും. നിങ്ങൾ എന്നെ വിളിച്ചാലും വിളിച്ചില്ലേലും പിടിക്കും. ദൈവത്തിന് ഒരു മടി. ഞാനേ ഒരു വാക്യം പറയാം, പ്രസംഗിക്കാൻ നേരല്ല. മടിയാ, നീ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കാൻ. വേദോസത്തിലെ വാക്യമാണ്. ഞാനിത് വായിച്ച പോർത്തു, ഉറുമ്പ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പോയി എങ്ങാണ്ട് പിന്നെ പാസ് ഔട്ടായ ആളാന്ന്. ഉറുമ്പിന് ബികോം ഉണ്ടോ? ഇല്ല.
BA ഉണ്ടോ? ഇല്ല. BTech ഉണ്ടോ? ഇല്ല. പിന്നെ ഉറുമ്പിന്റെ ബുദ്ധി എന്നാ? അതിന്റെ താഴെ ശതമാനം എഴുതി വെച്ചിരിക്കുക. ഉറുമ്പിന്റെ ബുദ്ധി എന്നറിയോ? വേനൽക്കാലത്ത് ആഹാരം ശേഖരിക്കുന്നെന്ന്. അതിന്റെ ശരിക്കുള്ള മലയാളം ഞാൻ പറയട്ടെ. ഉറുമ്പിന്റെ ബുദ്ധി എന്നറിയോ? ഉറുമ്പിന് സീസൺ അറിയാം. ചില കുടുംബങ്ങളോട് ദൈവം പറയുകയാ, നിന്റെ ഭവനം സീസണിലോട്ട് കയറാൻ പോകുകയാ. നിന്റെ സഭ സീസണിലോട്ട് കയറാൻ പോകുകയാ. ചിലതിനെ ശേഖരിക്കാൻ കരമടിച്ച് സീസൺ. ഉഴപ്പരുത്, പ്രാർത്ഥന ഉഴപ്പരുത്, ഉപവാസം ഉഴപ്പരുത്, കൃപ കളയരുത്. ഇത് സഭയുടെ സീസണാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ സമയമില്ലാത്തത് കൊണ്ട്. വിശാലത വേണം, വിശാലത വേണം. കണ്ടോ, പോയി മരം വെട്ടാൻ നിന്നു ഒരു മടിയൻ. പുള്ളിക്ക് കോടാലി കൊണ്ട് ഉപയോഗമില്ല. എന്നാൽ വേറൊരുത്തന് പ്രത്യേകത, അവൻ്റെ കോടാലിയില്ല, പക്ഷെ അവന് മനസ്സുണ്ട്. ഗാലേത് ചർച്ചിന് വേണ്ടത് കോടാലി ഉള്ളവരെയല്ല, മനസ്സുള്ളവരെയാ. മനസ്സുണ്ടോ, കോടാലി തന്നെ ഉണ്ടാകും. അയ്യോ, ഇത് പോരാ, ഇത് പോരാ. മനസ്സുണ്ട്. നല്ലൊരു പൂ കൊഴിഞ്ഞ് താഴെ വീണു. ആ ചെടിയുടെ ചോട്ടിൽ തന്നെ പൂ കിടക്കുക, നല്ല പൂ കൊഴിഞ്ഞ് താഴെ കിടക്കുക. എന്നാലും ആരാണ്ട് ചെടിയോട് ചോദിച്ചു, ഇന്നലെ വരെ നല്ല വിടർന്ന് നിന്ന് നിന്റെ പൂവാണ്ട് താഴെ കിടക്കുന്നു. സങ്കടപ്പെടുന്നില്ലേ? നിരാശപ്പെടുന്നില്ലേ? ദുഃഖിക്കുന്നില്ലേ? ഡിപ്രഷൻ ഉണ്ടോ? ആൻസൈറ്റി ഉണ്ടോ? ചെടി പറഞ്ഞു, എനിക്ക് ഡിപ്രഷനും ഇല്ല, എനിക്ക് ആൻസൈറ്റി ഇല്ല, എനിക്ക് സങ്കടവും ഇല്ല. അതെന്നാന്ന് ചോദിച്ചു. നിനക്ക് പൂവിനോട് ഇഷ്ടം? ആ ചെടി പറഞ്ഞെന്നറിയോ? ഞാൻ കൊഴിഞ്ഞു പോയ പൂവിനെ കുറിച്ച് സങ്കടപ്പെടുകയല്ല, ഞാൻ അടുത്ത പൂ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. സാഹചര്യങ്ങളെ അതിജീവിക്കാൻ, അടുത്ത വാഗ്ദത്തത്തിലോട്ട് കേറാൻ, അടുത്ത ഫേസിലോട്ട്. എനിക്കറിയില്ല ഈ ഉപവാസം ചില കുടുംബങ്ങളെ ദൈവം അഴിക്കുകയാണ്. എനിക്കറിയില്ല, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ചില കുടുംബങ്ങളെ ദൈവം അഴിക്കുകയാണ്. ശ്രദ്ധിച്ചേ, പെട്ടെന്ന് പറഞ്ഞു വിടാം. കോടാലി ഊരി വെള്ളത്തിൽ പോയി. ഇനി നിങ്ങൾ എന്നെ എല്ലാവരും എന്നെ ഒന്ന് നോക്കി, പ്ലീസ് പ്ലീസ് പ്ലീസ്, സെൻസിറ്റീവായിട്ട് ശ്രദ്ധിച്ചേ. കോടാലി ഊരി വെള്ളത്തിൽ പോയി. ഈ മനുഷ്യൻ ചെന്ന് എലീശയോട് പറഞ്ഞു, ദൈവദാസനെ, എന്നാൽ ഇപ്പോഴുടെ മോഹമൊക്കെ നിങ്ങളൊന്ന് കണ്ടേ, വെപ്രാളം പിടിച്ച് പരവേശം കയറി, BP കൂടി, കണ്ണ് ചുമന്ന്, മോഹമെല്ലാം കൂടി ഇങ്ങനെ തുടുത്ത് വിറച്ചു നിൽക്കും. ദൈവദാസനെ, കോടാലി ഊരി വെള്ളത്തിൽ പോയി. എൻ്റെ രജിപ്പാസ, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നറിയോ? ഈ കോടാലി നഷ്ടപ്പെട്ടവൻ വെപ്രാളം പിടിച്ച് എലീശയുടെ മുമ്പിൽ കരയുമ്പോൾ ഈ എലീശ കോയറ്റാണ്. എലീശയ്ക്ക് ആ വെപ്രാളം ഇല്ല. ഞാൻ എലീശയോട് ചോദിച്ചു, കർത്താവിന്റെ ദാസനെ, ഇവിടെ ഒരു മനുഷ്യന്റെ കോടാലി പോയത് ബക്കറ്റിനകത്തല്ല, മരണയോർദാന്റെ അകത്താ. നിനക്കെന്നാ വെപ്രാളം ഇല്ലാത്തത്? എലീശ പറഞ്ഞു കേൾക്കണോ? ആ കോടാലി കിടക്കുന്ന യോർദാന്റെ അടിയിൽ എന്റെ കാല് 2 പ്രാവശ്യം മുട്ടിയിട്ടുള്ളതാ. ആ പ്രശ്നത്തിന്റെ ആഴം ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന ശക്തിയോടെ കൈയടിച്ചേ. ശക്തിയോടെ കൈയടിച്ച് നീ അനുഭവിക്കുന്ന ചില പ്രോബ്ലങ്ങൾ എന്റെ ദൈവം മാനേജ് ചെയ്തിട്ടുണ്ട്. എന്റെ ദൈവത്തിന് ആ യോർദാന്റെ ആഴം അറിയാം. അവന്റെ കാല് അവിടെ ചവിട്ടിയിട്ടുണ്ട്. അവന് കഴിയാത്ത ഒരു
ഓ, ശക്തിയോടെ ആരാധിക്കാവോ? ആമേ. ഇന്ന് രാത്രി പേടിക്കരുത്, ധൈര്യമായിട്ടിരിക്ക്. ഹല്ലേലൂയ. ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, നീ അസ്വസ്ഥനായാലും നിന്റെ അഭിഷേകം അസ്വസ്ഥമാകുകയില്ല. ഞാനിപ്പോ ഒരു കൊച്ചിഞ്ഞ് വന്നേടാ, എൻ്റെ കൂടെ ഓടി അല്ലല്ലോ, അവനാവുമ്പോ എൻ്റെ പെട്ടയ്ക്ക് നിൽക്കുമല്ലോ എന്നോർത്താ ഇച്ചിരി പൊക്കത്തിൽ കിടക്കട്ടെ. ഹല്ലേലൂയ. മോശ അഹരോനോ, നീ അഹരോനാകുന്നോ മോശയാകുന്നോ? നമ്മുടെ മോശ മിടുക്കൻ. അവനെ മോശ അഹരോനിൽ നിൽക്കുക. അപ്പം മോശയോട് തമ്പുരാൻ പറഞ്ഞായിരുന്നു, നീ ഫറവോന് മുമ്പിൽ ചെന്നേച്ച് വടിയെടുത്ത് താഴോട്ടിടണം, വടി പാമ്പാകും. ഇനി പാസ്വേഡ് ചോദിക്കണം, ഈ വടി പാമ്പാകും എന്ന് പറഞ്ഞതല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ള ഒന്നും ദൈവം പറഞ്ഞിട്ടില്ല. ഉണ്ടോ? വടി പാമ്പാകും. അവിടെ കൊണ്ട് ദൂത് തീർന്ന്, ദൂത് സ്റ്റോപ്പ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വായ്പെങ്കിലും മേടിച്ചു ചെന്ന് മൂള്. ഇല്ല, ഞാൻ സെമിത്തേരി പ്രസംഗിക്കുന്നല്ലായി പോവല്ലേ. ഹല്ലേലൂയ. അപ്പം ഈ വടി പാമ്പ്, അപ്പൊ ഈ മോശയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പ്രിന്റ് ഔട്ട് എന്നാന്നറിയാം മക്കളെ? കൊച്ചിന്റെ പേരെന്നാ? ഏത് ക്ലാസ് പഠിക്കുന്നത്? 9th മതിയല്ലോ. മോശയുടെ വിചാരം അറിയോ? മോശയുടെ വടി ഇങ്ങനെ താഴോട്ടിടും, വടി ചാടിക്കറി പാമ്പാകും, ഫറവോൻ ചാടി കസേര കയറും, പൊക്കോടാന്ന് പറയും. ഇങ്ങനെ കുറെ ദിവാസ്വപ്നം കണ്ടോണ്ടാണ് ഈ ചേട്ടൻ ഈ വടിയായിട്ട് പോയത്. പക്ഷെ വടി താഴോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത്, ഇയാളുടെ ഒരു വടി, മോശയുടെ ഒരു വടിയേ ഉള്ളൂ, പുള്ളി പാമ്പിന്റെ കൂട്ടിലാണ് താമസിക്കുന്നെന്ന്. ആഭിചാരകന്മാര്, മന്ത്രവാദികൾ, ലക്ഷണക്കാര്, വാ എല്ലാവരും കൊണ്ടുവന്ന് വടി താഴെയിട്ട്. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ടിരിക്കുന്നു, ഞാൻ അങ്ങോട്ട് നിൽക്കുന്നില്ലേ? ഇതുപോലെ തന്നെയാണ് മോശയുടെ പാമ്പും. ഒരു പാമ്പ് അങ്ങോട്ട് നിന്നപ്പം 1000 പാമ്പ് ഇങ്ങോട്ട് നിൽക്കുക. ഇത് നിങ്ങൾ ആ രംഗം ഒന്ന് വിഷ്വലൈസ് ചെയ്ത് അതൊരു വല്ലാത്ത സമയം. അപ്പം ഈ സത്യത്തിൽ ഈ മോശയുടെ മനസ്സെല്ലാം കൂടെ അങ്ങ് ഇടുങ്ങിയിട്ട് ഈ പുള്ളിക്ക് എന്നാ ചെയ്യണമെന്നറിയത്തില്ല. അതുപോലെ ഈ പുള്ളി പയ്യെ അഹരോന്റെ ചെവി ചെന്ന് ചൊറിഞ്ഞ, ചേട്ടായിയെ ആ വടിഞ്ഞെടുത്തോ, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. കാര്യം ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് എൻ്റെ ഭാരം, ഞാനീ പറഞ്ഞതിൻ്റെ ടെൻഷൻ മനസ്സിലാകാഞ്ഞിട്ടായി. ഇത് നിൽക്കുന്നത് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലല്ല, നിൽക്കുന്നത് സിംഹത്തിൻ്റെ വായുടെ മുമ്പിലാണ്. ചേട്ടായിയെ ആ വടിഞ്ഞെടുത്തോ. കാര്യം എന്നറിയോ? ഇനി എന്നാ ചെയ്യണമെന്ന് റെജിപ്പാസിന് അറിയില്ല, അല്ലെ കർത്താവിൻ്റെ ദാസയ്ക്ക് അറിയില്ല. വാട്ട്സ് നെക്സ്റ്റ് ഒന്നും അറിയില്ല. ടോട്ടലി ബ്ലൈൻഡ്, ഫ്രീസ്, ഒന്നും ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ ഈ അഹരോന്റെ മോശയുടെ മുഖത്തൊരു അന്താളിപ്പ്. ഇനി താഴെ മോശയുടെ വടി നിപ്പുണ്ടല്ലോ, വടിയുടെ മുഖത്ത് അന്താളിപ്പില്ല. മോശ വടിയോട് പറയാ പോയേക്കാന്ന്. വടി പറഞ്ഞു, ഇയാൾ വേണേ പോക്കോ, ഞാൻ വിഴുങ്ങാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാം, നീ പുറകോട്ട് പോയാലും നിന്റെ അഭിഷേകം പുറകോട്ട് പോകുകയില്ല. ഇതിനകത്തിരിക്കുന്നവർ തന്നെ ആലോചിക്ക്, എത്ര പേര് ആരാധന നിർത്തി. ഇനി ഞാൻ യോഗത്തിന് പോകുന്നില്ലെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? ഇനി ഞാൻ കൈയടിക്കത്തില്ലെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? ഇനി ഞാൻ ചർച്ചിൽ പോകത്തില്ലെന്ന്. നീ തോറ്റെടുത്ത് അഭിഷേകം തോക്കത്തില്ല. എനിക്കറിയില്ല, ഒരു ഭയങ്കര മുന്നേറ്റം നടക്കാൻ പോകയാ. ഒന്ന് കൈ അടിച്ച് യേശുവെന്ന് വിളിച്ചേ. ആ ചില വീടുകളിൽ ചില നാഗശക്തികൾക്കെതിരെ അഴിയട്ടെ, അഴിയട്ടെ. ചില കുടുംബങ്ങളെ കയറി പിടിച്ച നാഗ എന്നോട് ദൈവാത്മാവ് വ്യക്തമായൊരു വിവേചനം പറയുകയാ.
മനസ്സുകൊണ്ട് മടുത്തവരുണ്ട് ഇതിനകത്ത്. സാമ്പത്തികമായി ഞെരുങ്ങി ജീവിതം മടുത്തവരുണ്ട്. മനസ്സുകൊണ്ട് ഞെരുങ്ങി കുടുംബജീവിതം മടുത്തവരുണ്ട്. ആരോഗ്യം കൊണ്ട് ഞെരുങ്ങി ജീവിക്കാൻ മടുത്തവരുണ്ട്. എന്നാൽ നീ മടുത്താലോ നിന്റെ അഭിഷേകം മടുത്തിട്ടില്ല. നിന്നെ മുൻപോട്ട് കൊണ്ടുപോകാം. ഹല്ലേലൂയ. ഞാനൊരു പ്രവചനം പറയാം. ദൈവമൊക്കെ മറന്നു പോകരുത്. നീ വീടിൻ്റെ അകത്ത് തൂങ്ങി ആടുമെന്ന്, ഒരു കോലക്കയറിൽ നീ മുക്കോണം മുടിഞ്ഞു പോകുമെന്ന് പിശാച് വാദിച്ച ആ പെരക്കകത്ത് തന്നെ ദൈവം നിന്നെ വാഴിക്കാൻ പോയാ. കെട്ടി തൂങ്ങാൻ കയറെടുത്ത ആ പെരക്കകത്ത് ആത്മാ പറയുന്ന പ്രവചനം നിങ്ങൾ കേട്ടുവാണോ? വെള്ളിയാഴ്ച യേശുവിനെ ശീലകൾ കൊണ്ട് യേശുവിന്റെ ശരീരം ചുറ്റി വെച്ചു പോയെന്ന് എത്ര പേർ കേട്ടു? ആമേൻ പറഞ്ഞാട്ടെ. വെള്ളിയാഴ്ച യേശുവിന്റെ ശരീരം ശീലകൾ കൊണ്ട് ചുറ്റി വെച്ചു പോയെന്ന്. ഞായറാഴ്ച യേശു തന്നെ ചുറ്റിയ ശീല ചുരുട്ടി വെച്ചു പോയെന്ന്. ആമേ, വിശ്വസിക്ക. നിന്നെ ചുറ്റിയതിനെ നീ ചുരുട്ടാൻ പോകയാ. കരമടിച്ച് ആരാധിക്കാവോ? പോരാ. നിന്നെ ചുറ്റിയതിനെ നീ ചുരുട്ടാൻ പോകയാ. നിന്റെ ഭാവിയെ ചുറ്റിയതിനെ കമാൻ വിട്ടാരാ. നിന്റെ ചുറ്റിയതിനെ നീ കമാൻ പൊട്ടി വരട്ടെ. അടക്കട്ടന രക്തന നിന്റെ കുടുംബത്തിനകത്ത് ചുറ്റിയ ചിലതിനെ നീ അഭിഷേകം കൊണ്ട് ചുരുട്ടാൻ. അന്യഭാഷ പറ. ഒരു വാക്കോട് പറഞ്ഞിട്ട് വിശാലത എന്ന ടോപ്പിക്കിൽ ഞാൻ സ്കിപ്പ് ചെയ്ത് കയറാം. ആമേൻ. എലീശ ഓടിച്ചെന്ന് ഒരു കമ്പ് വെട്ടി എറിഞ്ഞു എന്ന വാക്യം ശരിയാണോ? റൈറ്റ്. കമ്പ് വെട്ടി എറിഞ്ഞു. ബൈബിളിൽ 2 വാക്യമുണ്ട്. ഒന്ന്, എലീശ കമ്പ് വെട്ടി എറിഞ്ഞെന്നും, 2, അഹരോൻ തൻ്റെ വടി നിലത്തിട്ടെന്നും. വായിച്ചിട്ടുണ്ടോ? അഹരോൻ തൻ്റെ വടി നിലത്ത് ഇട്ടു, എലീശ കമ്പ് വെട്ടി എറിഞ്ഞു. ബോധമുള്ളവർക്ക് മനസ്സിലായി, അകലെ പോകണമെങ്കിൽ എറിയണം, അടുത്ത് വേണമെങ്കിൽ ഇട്ടാൽ മതിയെന്ന്. എലീശ കമ്പ് വെട്ടി എറിഞ്ഞെന്നാണ് വാക്യം. അങ്ങനെയാണെങ്കിൽ കോടാലി പോയത് അടുത്തല്ല. എൻ്റെ കർത്താവേ, ഞാനിതൊക്കെ ആരോട്? നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് എലീശ കമ്പ് വെട്ടിയോന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. അവൻ കമ്പ് വെട്ടി എറിഞ്ഞു. ഇനി ഞാൻ ഇന്ന് കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അതിനകത്ത് ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ ഉണ്ട്. എലീശ കമ്പ് വെട്ടി എറിഞ്ഞു, കൈ നീട്ടി എടുത്തു. കമ്പ് വെട്ടി എറിഞ്ഞു. എത്ര നേരം വെട്ടണോ ആർക്കറിയാം. കൈ നീട്ടി അതെടുത്തു. ഒന്നുകൂടെ കമ്പ് വെട്ടി എറിഞ്ഞു, കൈ നീട്ടി എടുത്തു. ഒന്നുകൂടെ കമ്പ് വെട്ടി കൈ നീട്ടി എടുത്തു. അതിന്റെ അർത്ഥം എന്നറിയോ? നഷ്ടപ്പെട്ടത് അകലെയാ, പൊങ്ങിയത് കാൽച്ചോട്ടിലാണ്. എന്നാ കയ്യടിയാ ഇത് പോരാ. ആത്മാവുള്ളവർ മര്യാദയ്ക്ക് ദൈവത്തെ ആരാധിക്ക്. ഒരിക്കലും തിരിച്ചു കിട്ടാതെ ദൂരത്ത് നഷ്ടപ്പെട്ടത് 2024 നിന്റെ കാൽച്ചോട്ടിൽ. നിന്റെ കാൽച്ചോട്ടിൽ
വീട്ടിയെടുത്ത് ഞാന് രജി പാസ്റ്ററെ ഒരു പ്രവചനം പറയാം. ഈ കോടാലി ഊരി വെള്ളത്തിൽ പോയപ്പോൾ ആ മനുഷ്യൻ വെട്ടിക്കൊണ്ടിരുന്ന മരം കണ്ടായിരുന്നോ? പകുതി വെട്ടി വെച്ചിരിക്കുന്നത്. അന്ധകാര ശക്തികൾ ഈ മനുഷ്യനെ കളിയാക്കി. വലിയ കാര്യത്തിൽ വന്ന് കക്കടാമൂല, കടുക്കാമൂട്, വലിയ കാര്യത്തിൽ വന്ന് കടുക്കാമൂട് ഒരു ഹോളും പണിത് അടിച്ച് പൊളിച്ചങ്ങോട്ട് തുടങ്ങിയ താണ്ട് ഇപ്പൊ അതേണ്ട കോടാലി ഊരി വെള്ളത്തിൽ കിടക്കുന്നു, മരം പകുതി വെട്ടി വെച്ചിരിക്കുന്നു. എടാ അന്ധകാര പിശാചേ, യോർദാനെ, മരണശക്തിയെ വെട്ടി തുടങ്ങിയത് ദൈവമാണെങ്കിൽ ആരോടോ ദൈവാത്മാവ് പറയുന്നു, തുടങ്ങിയത് ദൈവമാണെങ്കിൽ അത് തീർക്കാനും. നീ അനുഭവിച്ച ഗതികേട് നിന്റെ തലമുറ അനുഭവിക്കുകയില്ല. നീ അനുഭവിച്ച കെടുതി ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടെ ദൈവമക്കളോട് പറയുന്നു, നിനക്ക് പരിഹരിക്കാൻ മേലാത്തടത്ത് ദൈവം ഇടപെടും. അതിൻ്റെ പേരാണ് ഹെവൻലി എൻകൗണ്ടർ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൂടിക്കാഴ്ചകൾ. ഓട്ടെ, അപ്പൊ യോഹന്നാന്റെ സുവിശേഷം ഞാൻ ഈ അടുത്ത സമയത്തൊക്കെ കൺവെൻഷന് ഇടമുറിയാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം. കാര്യം അതത്ര ഡീപ്പ് റെവലേഷൻ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ മണിച്ചിയുടെ ഉള്ളിൽ തരാം. ഇതിൻ്റെ ഫീഡ്ബാക്കിൻ്റെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി മേളിലാണ് യോഹന്നാന്റെ സുവിശേഷം. ഇനി ഞാൻ ഒരു പ്രസംഗകൻ്റെ പരിവേഷം എടുക്കാതെ ഒരു സാധാരണ മനുഷ്യൻ്റെ ലെൻസ് വെച്ച് ഞാൻ ഈ 11-ാം അധ്യായത്തിലെ ഈ ഭാഗം ഒന്ന് വ്യാഖ്യാനിക്കാം. ഒരു വീട്, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ പറയുന്നത് എൻ്റെ പൊന്നു പാസ്റ്ററെ, മാർത്തയൊക്കെ ഇവിടെ എത്ര വർഷമായിട്ട് കയറി ഇറങ്ങുന്നതാ. എനിക്ക് പരാതിയില്ലെന്നേ, എന്നെ വാർത്ത വേറെ വാർത്തയാ. ഹല്ലേലൂയ. ഞാൻ ആ സൈഡിൽ കൂടെ കയറി ആ സൈഡിൽ കൂടെ അങ്ങ് പോയിക്കോളാം. എൻ്റെ വാർത്തയെ ഉപദ്രവിക്കരുത്. ഒരു വീട്, ആ വീടിൻ്റെ ഒരു ഔട്ട്സൈഡിൽ നിന്നൊരു പിക്ചർ എടുക്കുക. അതിൻ്റെ ഔട്ട് പ്രിന്റ് ഞാൻ പറയാം. 3 പിള്ളേര്, ഒന്നൊരു ലാസർ, ഒന്നൊരു വാർത്ത, ഒന്നൊരു മറിയ. ഈ 3 പിള്ളേരുടെ ചരിത്രം മാത്രം പറയുന്ന ഈ അറ്റവും മുറിയും പറയുന്നൊരു പുസ്തകമാണോ ഇത്? സത്യത്തിൽ ആണോ? ഈ പുസ്തകം മാന്യമായി കാര്യങ്ങളെ പറയുന്നൊരു പുസ്തകമാണ്. ഭൂമിയിലാകെ സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞാൽ ഒറ്റ പുസ്തകമുള്ളൂ. സത്യവാന്ന് പറഞ്ഞുള്ള ഒറ്റ പുസ്തകം ഇതാ. അതിൻ്റെ കാര്യം എന്നറിയോ? ഇതിനകത്ത് നുണയില്ലാത്തത് കൊണ്ട് എത്ര അവന്മാർ തലകുത്തി നിന്നറിയോ? ഇതൊന്നും നുണയാന്ന് അല്ല. അവൻ തീർന്നതല്ലാതെ പുസ്തകം എന്ന് നിൽക്കുക. ഈ പുസ്തകത്തിന് പ്രത്യേകത, കാലം ഈ പുസ്തകത്തെ നിയന്ത്രിക്കില്ല, ഈ പുസ്തകം കാലത്തെ നിയന്ത്രിക്കും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ഈ പുസ്തകത്തിനകത്ത് ലാസറിന്റെ അപ്പന്റെ കാര്യമില്ല, ലാസറിന്റെ അമ്മയുടെ കാര്യവും ഇല്ല. ഈ 3 പിള്ളേരുടെയും കല്യാണവും നടന്നിട്ടില്ല. ഉണ്ടോ? ലാസറിന്റെ മൂത്ത കൊച്ചു സ്കൂളിൽ പോയിരിക്കുന്ന ബാക്കിയുണ്ടോ? അവിടെ ട്യൂഷന് പോയിരിക്കുന്നുണ്ടോ? പിന്നെ എന്നാ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അപ്പൊ 3 പിള്ളേരുടെയും കല്യാണം കഴിയുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ ചരിത്രം ഒരു വീട്ടിൽ പറയാനില്ലെങ്കിൽ അത് ശുഭലക്ഷണമാണോ അശുഭലക്ഷണമാണോ? അപ്പൊ എന്തോ കടവവ്വാൽ കൂട്ടം അരയാലുകളിൽ ചേക്കേറുന്നത് പോലെ
എന്തോ സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ്, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഒരു കെട്ട് വേദനകൾ ചുമക്കുന്ന ഒരു പക്ഷേ ദുരന്തത്തിൻ്റെയോ ദുര്യോഗങ്ങളുടെയോ ഒരു വീടായിരിക്കാം ലാസറിന്റെ വീട്. കർത്താവ് ഏസി തപ്പിപ്പോകുന്നയാളല്ല, കർത്താവ് ഗതികെട്ടവനെ തപ്പിപ്പോകുന്നയാളാണ്. ഒരു നല്ല ആമേൻ. പക്ഷേ ഈ അവിടെ ഒരു വാക്യം എനിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത, യേശു ആ കുടുംബത്തെ സ്നേഹിച്ചെന്ന്. മാർത്തയെ സ്നേഹിച്ചു, അവളുടെ സഹോദരിയെ സ്നേഹിച്ചു, ലാസറിനെയും സ്നേഹിച്ചു. ഒന്നുകൂടെ പറയാം, മാർത്തയെ സ്നേഹിച്ചു, അവളുടെ സഹോദരിയെ, മറിയൊന്നൊന്നുമല്ല അവിടെ, അവളുടെ സഹോദരി എന്നേ ഉള്ളൂ. അവിടെ അത്രയേ ഉള്ളൂ. അങ്ങാപ്പുറത്തൊക്കെ മറിയ കിടപ്പുണ്ട്, അത് നിങ്ങൾ വായിച്ചോ. അവളുടെ സഹോദരി, പിന്നെ ലാസർ. ഇങ്ങനെ അങ്ങ് പറഞ്ഞു, യേശു ഇനി നിങ്ങൾ ക്ഷീണിക്കരുത്, എനിക്കൊരു ശകല സമയം കൂടെ കിട്ടിയാൽ മതി. ഈ സ്നേഹം ചുമ്മാതെ അണക്കെട്ട് പൊട്ടുന്ന വെറുതെ ഇങ്ങോട്ട് വരുമോ? സ്നേഹത്തിന്റെ പുറകിലൊരു കാരണമുണ്ട്. ഹല്ലേലൂയ. മാനവകുലത്തെ ദൈവം സ്നേഹിക്കാനുള്ള കാര്യം എന്നറിയോ? മാനവകുലം സാത്താന്റെ പ്രോഡക്റ്റ് അല്ല, ഇത് തമ്പുരാൻ കൈകൊണ്ടുണ്ടാക്കിയതാ. നമ്മള് സ്നേഹത്തിന്റെ പുറകിൽ എപ്പോഴും കാരണങ്ങളുണ്ട്, ഇല്ലേ? കാരണങ്ങളില്ലേ? പിന്നെ കാരണങ്ങളുണ്ടെങ്കിൽ ലാസറിന്റെ വീടിനെ, മാർത്തയുടെ വീടിനെ, മറിയയുടെ വീടിനെ കർത്താവ് സ്നേഹിക്കാനുള്ള കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ 10 കുഷ്ഠരോഗികൾ സൗഖ്യമായതിൽ ഒരു മനുഷ്യൻ തിരിച്ചു വന്നായിരുന്നല്ലോ. ഈ മനുഷ്യൻ ലാസറിന്റെ അപ്പനാന്നൊക്കെയാണ് വേദശാസ്ത്രിമാർ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ, എനിക്ക് പിടിവാശയില്ല, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ദൂത് പറയട്ടെ. പിതാക്കന്മാർ ദൈവശബ്ദത്തിന് നിന്നുകൊടുത്താൽ തലമുറകൾ ഒതുങ്ങാൻ ദൈവം അനുവദിക്കുകയില്ല. ശക്തിയോടൊന്ന് കൈയടിച്ച് ആരാധിച്ചേ. ഞാൻ ഒന്നുകൂടി ആ വാക്ക് പറയാം. പിതാക്കന്മാർ ദൈവശബ്ദത്തിന് വേണ്ടി, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞാണെന്ന് ഓർക്കുന്നില്ല. അബ്രഹാം ദൈവത്തെ സേവിക്കാൻ യൂഫ്രട്ടീസ് നദി കടന്നു. അപ്പൻ ദൈവത്തിന് വേണ്ടി നദി കടന്നാൽ തലമുറയ്ക്ക് വേണ്ടി ദൈവം കടൽ വറ്റിച്ചു കൊടുക്കുമെന്ന്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്? ഈ ഉണക്ക കൈയടിയൊക്കെ എനിക്കവിടെ ദഹിക്കുന്നില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല. അപ്പൻ ദൈവത്തിന് വേണ്ടി തോട് കടന്നാൽ തലമുറയ്ക്ക് വേണ്ടി കടല് മാറ്റി കൊടുക്കുമെന്ന്. എന്നോ നല്ല ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നല്ലേ. പോട്ടെ, മുൻപോട്ട് വരാം. എനിക്ക് ഈ ദൂതൊരു വൈകാരികമാണ്, അല്ലാതെ പോയിന്റ് ബൈ പോയിന്റ് അല്ല. ഈ ദൂതിൻ്റെ ഒരു വൈകാരിക തലമുണ്ട്. ഹല്ലേലൂയ. ഈ വീട്ടിലെ പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു വിടുമ്പോൾ അപ്പൻ അവിടെ നിന്ന് കരയുന്നത്, അത് വൈകാരിക തലമാണ്. അപ്പോൾ ഓടിച്ചെന്ന് ചോദിക്കും, അപ്പം കല്യാണം തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല. അത് എന്നത് പറയാൻ മേലാത്തൊരു സാധനമാണ് അത്. ഇതുപോലെ ചില ദൂതുകൾക്കൊരു അൺസീനുണ്ട്. ഞാൻ അങ്ങോട്ടായി പോണത്. നോക്കി, ഈ വീട്, ഈ ബഥാനിൽ എത്ര വീടുണ്ടായിട്ടും കർത്താവ്, ശ്രദ്ധിച്ചോണം, ഞാൻ 1-2 സ്ക്രൂ അയക്കാനായി നോക്കുന്നത്. കർത്താവ് ഈ വീട്ടിൽ, നമ്മുടെ ഒരു ഭാഷ വേണ്ടാത്തൊരു വാക്യം ഉപയോഗിക്കുക, വലിഞ്ഞു കയറി ചെല്ലും. വീട്ടിലോട്ട് വരാതിരിക്കാൻ വേണ്ടി പറയും, ഞാൻ ഒരിടത്ത് പോകാൻ ഇറങ്ങി നിൽക്കുവാന്ന്. അന്നേരം അങ്ങോട്ട് കയറി പറയും, ഞാൻ വന്നിട്ട് പോയാൽ മതിയെന്ന്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഇച്ചിരൂടെ അപകടം? ഈ വീട്ടിൽ നിന്ന് യേശു പോയ വഴിക്കാണ് വിശന്നതും അത്തിയെ നോക്കിയതും അത്തിയെ ശപിച്ചതും ഉണങ്ങി നശിച്ചു പോയതും എല്ലാം. അപ്പൊ എൻ്റെ ചോദ്യം ഇങ്ങനെയാ, യേശു വിശന്നിട്ട് അത്തിയെ നോക്കി, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വിശന്നിട്ട് അത്തിയെ നോക്കിയെന്നല്ലേ? ആ വീട്ടിൽ നിന്ന് രാവിലെ യേശു പോയപ്പോൾ ഒരു 3 ഇഡലി കൊടുത്തു വിടുകയായിരുന്നെങ്കിൽ യേശുവിന് പോകുന്ന വഴിക്ക് വിശക്കുമായിരുന്നോ? നിങ്ങളിത് ഏത് നാട്ടുകാരാ? ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടോ പാസ്റ്ററെ? തെറ്റുണ്ടോ? ഇവിടെ വന്ന് പാസ്റ്റർ രാവിലെ എന്നോട് ചോദിച്ചെന്ന് തോന്നുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് ചോദിച്ചായിരുന്നോ? അപ്പം ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ ഇഡലി തിന്നു.
ഉണ്ടോ? രണ്ടാമത് ഞാൻ ഇഡലി മേടിക്കാൻ എൻ്റെ കാര്യം എന്നാ? ഒന്ന്, എനിക്ക് വേണ്ടായിരുന്നു. രണ്ടാമത് എന്നാൽ എനിക്ക് മനസാക്ഷി കുത്തും ഉണ്ടാവുകയല്ലേ? ഇതുപോലെ ശ്രദ്ധിക്കും, ഓപ്പണായിട്ട് വാ. ഒരു 3 ഇഡലി രാവിലെ ആൻറ്റി വീട്ടിൽ എഴുന്നേറ്റ് വെച്ച് പറ, ഒരു 3 ഇഡലി. ഈ ചില വീടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡെയിലി ഭർത്താവിനെ കൊണ്ട് പുറത്തുനിന്ന് പൊറോട്ട മേടിപ്പിക്കുന്ന വീടുകളുണ്ട്. ഈ പുള്ളി എന്നും ഈ കുരങ്ങ് കൊച്ചിനെ പിടിച്ചുകൊണ്ട് വരുന്നതിലൊരു കൂടുമായിട്ടാണ് വരുന്നത്. അത് വല്ലപ്പോഴും ഒക്കെയാണ് നല്ലതാ, ഇട്ട് കെട്ടി വലിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എവിടെയോ ദൂതിയെന്ന് ഇടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 2 സൈഡിലും ചിരിക്ക് അപാകതയുണ്ട്. കൂടും തൂക്കിക്കൊണ്ട് വന്ന അച്ചായന്മാരും കാണും, പറഞ്ഞു വിടുന്ന ആൻറ്റിമാരും കാണും. അതാ ഇത്രയും അപാകത. നീ 1-2 പ്രാവശ്യം മേടിച്ചു കൊടുത്തോ, ഡെയിലി മേടിച്ചാലുണ്ടല്ലോ, ഹല്ലേലൂയ. അവസാനം വരുന്ന ഗതികേടെന്ന് അറിയോ? നീ ചാകുന്ന അന്ന് സെമിത്തേരി കൊടുക്കാനുള്ള പൊതിയും കൂടെ മേടിച്ച് വെച്ചേ നിനക്ക് ചാകാൻ പറ്റുള്ളൂ. ഓർത്തോണം. ആ ഗതികേടിലേക്ക് പോകരുത്. പോട്ടെ. ആമേൻ. ആ സഹോദരി ഒരു 3 ഇഡലി. എൻ്റെ ചോദ്യം തെറ്റാണ് നിങ്ങൾ പറയണം, നമ്മൾ ദൂതിൻ്റെ ഗൗരവത്തിലെത്തുക. ഒരു 3 ഇഡലി, ഒരു ചിരി ചമ്മന്തി. ചമ്മന്തി എന്നാണോ അത് സമ്മന്തി എന്നാണോ എന്തെങ്കിലും ആട്ടെ. ആ പോക്കിന് യേശുവിന് വിശന്നെങ്കിൽ ഈ വീട്ടുകാർ ഭക്ഷണം കൊടുത്തോ? ഇല്ല. അപ്പം എൻ്റെ ചോദ്യം, അത്തിയെ ശപിക്കാതെ എന്നാ പിന്നെ ഈ വീട്ടുകാരെ ശപിക്കാൻ മേലായിരുന്നോ? കേട്ടില്ലല്ലോ. എൻ്റെ വാദം തെറ്റാണോ? തെറ്റാണോ വിട്ടേക്കാം, എനിക്ക് പരാതിയൊന്നുമില്ല. അത്തിയെ ശപിക്കാതെ ഈ വീട്ടുകാരെ ഒന്ന് ശപിക്കാൻ മേലായിരുന്നോ? ഇവർ കൊടുത്തില്ലല്ലോ. ഇനി അത്തിക്കല്ലേ കുറച്ചും കൂടെ റൈറ്റ് ഉള്ളത്. അത്തിയുടെ കാലമല്ലായികയാൽ അപ്പൊ ഇച്ചിരൂടെ റൈറ്റ് ഉള്ളത് അത്തിക്കാൻ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ലാസറിന്റെ വീടിന്റെ ഒരു പ്രശ്നം, അവരെന്നാ കൊടുത്താലും കൊടുത്തില്ലേലും ദൈവത്തിന് ശപിക്കാൻ മേലാത്ത എന്തോ കണ്ടന്റ് ആ പെരക്കകത്തുണ്ട്. ഈ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, നമ്മൾ പുറമേ നിന്ന് നോക്കിയാലുണ്ടല്ലോ ഒന്നും മനസ്സിലാകില്ല. പക്ഷെ എന്നോട് ഇങ്ങനെ പറയാൻ ദൈവം പറയുകയാ, ദൈവത്തിന് ചില വീടിനെ ഒന്നും ചെയ്യാൻ മേലാത്ത രീതിയിലുള്ള ഏതോ ഒരു ബന്ധം. ഒരു പക്ഷേ നിന്റെ കുടുംബത്തെ എന്ന് ശപിക്കാമായിരുന്നു, പക്ഷേ ദൈവത്തിനത് കഴിയില്ല. എത്ര പേര് വാ തുറന്ന് യേശുവിന് നന്ദി പറയുകയാ? എനിക്കറിയില്ല, ഈ 15ാമത്തെ രാത്രിയിൽ ചില വീടുകൾക്കകത്തേക്ക് ദൈവപ്രവൃത്തി ഒരു പാക്കേജ് പോലെ ഒന്ന് നല്ലപോലെ കൈയടിച്ച് യേശുവേ, യേശുവേ. എന്നിട്ട് അവിടെ ഇനി അവിടെ ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞാൽ ഈ ദൂതിന്റെ ഗൗരവം മനസ്സിലാകും. ഈ യേശുവിന്റെ അടുക്കലേക്ക് മറിയ മാർത്ത ചെല്ലുന്നുണ്ട്. ശ്രദ്ധിച്ച് എല്ലാവരും കണ്ടുപോർന്ന് നോക്കി. എനിക്കിനി ഒരു 10 മിനിറ്റ് കൂടെ കിട്ടിയാൽ മതി. മാർത്ത യേശുവിന്റെ അടുത്ത് എന്ന് വെച്ച് പറയാ, കർത്താവേ, ബാക്കി പറ, നീ ഇവിടെ ഉണ്ട്, സഹായിക്കും, പ്ലീസ് സഹായിക്കും. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈ സെയിം വാക്ക് തന്നെയല്ലേ മറിയം പറഞ്ഞത്? അല്ലേ? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. പക്ഷേ കല്ലറയുടെ വാതിൽക്കൽ ചെന്നപ്പോൾ എൻ്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്നതയോ, യേശു മാർത്തയുടെ കണ്ണുനീര് കണ്ടെന്നല്ല. അങ്ങനെ ഉണ്ടോ വെച്ചാ? മറിയയുടെ കണ്ണുനീര്. അപ്പം എല്ലാവരും ഒരേ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും ദൈവം എല്ലാവരോടും പ്രതികരിക്കുകയില്ല.
ദൈവത്തിന് ചിലരുടെ ഹൃദയം അറിയാം. എനിക്കറിയില്ല, ആത്മാവെന്നോട് പ്രവചിക്കാൻ പറയുന്നു, ഹൃദയം അറിഞ്ഞ് ചിലരെ ഇന്ന് രാത്രി യേശു തൊടാൻ പോകുകയാ. നിന്നെ ആര് ദുർവ്യാഖ്യാനം ചെയ്താലും നിന്റെ ഹൃദയം നിങ്ങളിതൊക്കെ അകത്തോട്ട് കയറുന്നുണ്ടോ? ഒരേ ചർച്ചിൽ അപ്പുറം ഇപ്പുറം കസേര ഇരുന്നുകൊണ്ട് രണ്ടുപേരും ആരാധിക്കുക. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. മാർത്തയുടെ ആരാധന കഴിഞ്ഞു. അപ്പുറത്ത് മാറിയ കർത്താവേ, നീ എല്ലാവരും ഒരു പാട്ടിനാ വാഴി ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോൾ ഒറ്റയടിയ. പക്ഷെ കർത്താവ് ഇപ്പുറത്തിരിക്കുന്ന മാർത്തയോട് പ്രതികരിക്കുകയില്ല. അപ്പുറത്തിരിക്കുന്ന ഈ ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണെന്നറിയോ? നീ കരയുന്ന കൂടെ കരയാൻ ഒരു ദൈവം ഉണ്ടെന്നുള്ളതാണ്. ഓ യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോടു ചേർന്നിരുന്ന ഭയമില്ലയേ. നിങ്ങൾ കേട്ടായിരുന്ന പാട്ട്? യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോടു ചേർന്നിരുന്ന ഭയമില്ലയേ. ഞാൻ കഴിഞ്ഞ ദിവസം ആ പാട്ട് കേട്ട്, അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മിഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല, അന്ത്യം വരെ ആ ചൂടുമതി. യേശുവിൻ്റെ കൂടുമതി, അന്ത്യം വരെ ആ ചൂടുമതി. യേശുവിൻ്റെ കൂടുമതി. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോട് ചേർന്നിരുന്ന ഭയമില്ല. ഞാന് എൻ്റെ ഒരു സ്നേഹിതൻ കുവൈറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ഈ പാട്ട് അദ്ദേഹം പാടി. റിയലി അമേസിങ് ഗ്രേസ്. ഇനി ഞാൻ ആ വാക്യത്തിലോട്ട് വന്നിട്ട് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം യേശു വരുന്ന വീട്, അത് കുഴപ്പമില്ല. ഫോണൊക്കെ ചിലപ്പോൾ അറിയാം, അത് ഓഫ് ചെയ്താൽ നോ പ്രോബ്ലം, കുഴപ്പമില്ല. നമ്മുടെ മനുഷ്യരല്ലേ. ചിലപ്പോൾ എല്ലാ ദിവസവും ഇതൊക്കെ ആൻറ്റി പേടിച്ച് നോക്കുന്നു എല്ലാവരും. ദൈവമേ, ആരാ എന്നെ കൊല്ലാൻ വരുന്നത്? ആരും വരികയില്ല. കാര്യം ദൈവം നമ്മുടെ പ്രകൃതി അറിയുന്നുണ്ടല്ലോ. സ്തോത്രം. കർത്താവ് ചെന്നൊരു വീട്, ആ സഹോദരനെ കുറിച്ച് പറയുന്ന അവൻ ദൈവത്തിന് പ്രിയനായിരുന്നു എന്ന് പറയുന്നു. ഇതിൽ കൂടുതലൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ അപ്പ? ഇതിൽ കൂടുതലൊക്കെ ഇവിടെ എന്നതാ ഒരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യാനുള്ളത്. എന്നിട്ട് അവിടെ ആ വാക്യം യോഹന്നാൻ എഴുതി വെക്കുന്ന കേൾക്കണം. ആ എഴുത്തിനകത്തെ ആ പ്രത്യേകത കേട്ടോടെ. യേശു ലാസറിനെ സ്നേഹിച്ചു, മാർത്തയെ സ്നേഹിച്ചു. പറഞ്ഞേ, മറിയെ സ്നേഹിച്ചു. അടുത്ത വാക്ക, എന്നിട്ടും മേലെന്ന് കേട്ടിട്ട് യേശു അനങ്ങിയില്ല. അതാ നമ്മുടെ വാക്യം. ഈ എന്നിട്ടും
എന്നിട്ടും ഒന്ന് പറഞ്ഞേ, എന്നിട്ടും പറഞ്ഞില്ലല്ലോ വല്ലരും. ഒന്ന് പറഞ്ഞേ. ആ വാക്ക് അവിടെ വരുമ്പം തന്നെ അവിടെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത ആ 3 അക്ഷരത്തിനകത്ത് കിടപ്പുണ്ട്. ആ 3 അക്ഷരത്തെ ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ എന്നിട്ടും ഈ ഒരു സാധനം പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. ഈ യോസേഫിനെ പിടിച്ച് പൊട്ടക്കണ്ണിലിട്ടില്ലേ, ഇടരുതെന്ന് പറഞ്ഞേച്ചാ രൂപൻ പോയത്. രൂപൻ ആരാ? അയ്യോ, മൂത്ത ചേട്ടൻ. പുള്ളി ഇടരുതെന്ന് പറഞ്ഞേച്ചാ പോയത്. അവിടുത്തെ വകെ എന്നിട്ടും നിങ്ങൾ അവനെ പിടിച്ച് കൂടിയിലിട്ടല്ലോ എന്ന് പുള്ളി ചോദിക്കുന്നുണ്ട്. അവിടെ 42 അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. എടാ ഞാൻ ഇടരുതെന്ന് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ ഇട്ടല്ലോടാ. ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇവിടുത്തെ വാക്യം മാത്രം പിടിക്കാം. യേശു മാർത്തയെ സ്നേഹിച്ചു, മറിയെ സ്നേഹിച്ചു, എന്നിട്ടും മേലെന്ന് കേട്ടിട്ട് വന്നില്ലല്ലോ. അപ്പോ ഈ ദൈവ സ്നേഹത്തെ നമ്മൾ അനലൈസ് ചെയ്തത് എങ്ങനെയാ? നിന്റെ കച്ചവടം പൂട്ടുമ്പോൾ ദൈവം ഇടപെട്ടേച്ച് ഒന്ന് പൂട്ടിയപ്പോൾ 3 തുറക്കണം, അല്ലേ? അല്ലേ? വണ്ടിയുടെ ടയർ പഞ്ചറാകുമ്പോൾ റോട്ടിൽ കിടന്ന് 4 പുതിയ ടയർ കിട്ടണം. എന്നാൽ ദൈവം നല്ലവൻ. നിങ്ങൾ കേട്ടില്ലല്ലേ? ഇന്ന് കേട്ടിട്ട് പോയാൽ മതി. ദൈവസ്നേഹത്തെ നിങ്ങൾ എങ്ങനെയാ സ്കാൻ ചെയ്തത്? എടാ കിക്കടു, എന്നെ കേട്ടെ. ദൈവസ്നേഹത്തെ നിങ്ങൾ എങ്ങനെയാ, നിങ്ങൾ എന്തിനാ രക്ഷിക്കപ്പെട്ടെ? നിങ്ങൾ എൻ്റെ പദമൊന്നും ദുർവ്യാഖ്യാനം ചെയ്യരുതേ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, റിയലി. ഞാൻ ഈ ദൂത് നിങ്ങളുടെ അകത്തോട് എത്തുന്നെങ്കിൽ വേഷത്തിൽ പെന്തിക്കോസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറയുന്നത്. ഓ നാടു വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയാനം ചെയ്തോരാ കൂടിയൊന്നായി വാഴാൻ വഞ്ചിച്ചത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നെ. എൻ പ്രയാണകാലം 4 വിരൽ നീളമായതിൽ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം യേശുവിനോട് ചേരും, പിൻമഹിമ പ്രാപിച്ചു ഞാൻ വിശ്രമിച്ചിടും. ഭവനമം പട്ടണത്തിലാരു കടന്നിടും, പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ നീതിയായി നടന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടില്ലേ? രക്ഷിക്കപ്പെട്ടില്ലേ? നമ്മൾ സ്ഥാനപ്പെട്ടില്ലേ? ഒന്ന് മൂളപ്പാ. നമ്മൾ കൈയടിച്ചില്ലേ? പാടിയില്ലേ? മീറ്റിംഗ് സ്പോൺസർ ചെയ്തില്ലേ? ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അകത്തൊരു സാധനം കിടപ്പുണ്ട്. എന്നാന്നറിയോ? എൻ്റെ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ടായാൽ ഞാൻ പറയുന്ന സമയത്ത് ദൈവം ആക്ട് ചെയ്യണം. എൻ്റെ പൊന്നു മോനെ, നീ പറയുന്ന സമയത്ത് ആക്ട് ചെയ്യുന്ന വളയത്തെ കിടക്കുന്ന ഒരു ജീവി അല്ല എൻ്റെ ദൈവം. ആ ചിന്ത മാറ്റിയേച്ച് വേണം 15ാമത്തെ ദിവസം വീട്ടിൽ പോകാൻ. നിനക്ക് ജാനുവരി പ്രോബ്ലം ഉണ്ടായാൽ ജാനുവരി നിന്നെ വിടുവിക്കാൻ ദൈവത്തിന് മനസ്സില്ലെങ്കിലോ? എനിക്കറിയാൻ മേലെ അറിയിച്ച ഒരു വീട്ടിൽ ഒരു കുശുമ്പ് കുത്തുന്ന ചേച്ചിയുണ്ട്. കൂശുമ്പും ആസൂയയും വഴക്കും പിടിക്കുന്ന ഒരു ചേച്ചി. എന്നാ പേരെന്നറിയോ? പെനീന. കിറിക്കിട്ട് കുത്തിയാലും മിണ്ടാത്ത വേറൊരു ചേച്ചി ഇവിടെ ഉണ്ട്, ഹന്ന. ഭയങ്കര പ്രാർത്ഥനക്കാരി. ഈ വഴക്കാളി 10 പിള്ളേരെ പെറ്റിട്ടും കൃപയുള്ള ഒരൊറ്റ കൊച്ചിനെ പെറ്റില്ല. നിങ്ങൾക്കിതൊക്കെ അങ്ങ് ഡൈല്യൂട്ട് ആകുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലെ ചിന്ത എന്നാണെന്നറിയോ? നമ്മുടെ വീട്ടിലൊരു വഴക്കാളി ഉണ്ടെങ്കിൽ അവള് വെറുകയില്ല, അന്യഭാഷ പറയുന്നവള് ഇതൊന്നും നടക്കുകയില്ലപ്പാ. പൗലൂസിന്റെ ബോട്ടിൽ 276 പേരുണ്ടായിരുന്നു. 275 അഭക്തരും 1 ഭക്തനും. മെലീത്തയിലെ പാമ്പ് തപ്പിച്ചെന്നത് ഒളിച്ചിരുന്ന് കുടിക്കുന്ന അച്ചാനെയും മറിഞ്ഞിരുന്ന് വലിക്കുന്ന അച്ചാനെയും പുകലയുടെ ഞെട്ട് ചവച്ച് പിടിക്കുന്നവനെയും തമ്പാക്ക് ക്രിക്കറ്റ് വെച്ച് ഇങ്ങനെ വെച്ചോണ്ട് നടക്കുന്നവനെ അല്ല.
പാമ്പ് തപ്പിച്ചെന്നത് കൃപയുള്ളവനെ. ശ്രദ്ധിച്ചേ എൻ്റെ പാസ്റ്ററെ, ഈ ചിലരൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്നാ കുരുത്തക്കേട് കാണിച്ചാലും ദൈവം അവരോട് പ്രതികരിക്കുകയില്ല. അവരോർക്കുന്ന അവർ ചെയ്യുന്നതെല്ലാം നല്ലതായതുകൊണ്ടാണ്. അല്ലെന്ന്, പുള്ളുങ്കാലെ പോകാനുള്ളത്. അതുകൊണ്ടാണ് തമ്പുരാൻ അനങ്ങാത്തത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബാക്ക് ബെഞ്ചിലിരിക്കുന്ന 4 ചേട്ടായിമാരില്ലേ, എന്നും മുട്ട മേടിച്ചിട്ട് സാർ അടിക്കാത്തവര് ഉണ്ടെന്നില്ല. എന്നെ അടിക്കാത്തെന്നറിയോ? അടിച്ചാൽ വടി പോകുന്നതല്ലാതെ ഇവ മാർക്ക് മേടിക്കലെന്ന് സാറിന് ഉറപ്പായതുകൊണ്ട് സാർ അടിക്കൽ നിർത്തിയതാണ്. കണ്ടോ, ആമയം കിടന്ന് വലിച്ചിൽ കണ്ടോ? ചെല്ല് പ്രാർത്ഥനയ്ക്ക് പോയ അവർക്ക് ഭയങ്കര പ്രോബ്ലമാണ്. ചെല്ല് എന്നെല്ലാം ഒപ്പിച്ചാലും അവർക്ക് അവരുടെ കോഴിയൊക്കെ ഒരു ദിവസം 2 മുട്ടയൊക്കെ ഇടുന്നത്. പ്രാർത്ഥിക്കുന്നവൻ്റെ കോഴിയാണ് 3 ദിവസം കൂടുമ്പോൾ വളരെ ലുബ്ധിച്ച് 1 മുട്ട. ഞാനിതൊന്ന് പറഞ്ഞ് നിർത്തിക്കോട്ടെ ഒന്ന് പറഞ്ഞേച്ച്. അപ്പം ഞാൻ റെജി പാസ്റ്ററെ, ഞാൻ സ്നാനപ്പെടുക കേട്ടോ. അതിൻ്റെ അർത്ഥം എന്നാ? ജനുവരി 15 സ്നാനപ്പെടുന്നു, ഫെബ്രുവരി 15 കയറി താമസിക്കണം വീട്. എന്നിട്ടും ഒന്ന് വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? സ്നേഹിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഓർത്തനാന്നറിയോ? ലാസറിന് മേലെന്ന് കേൾക്കുമ്പോഴേ കർത്താവ് കയറി ഇടപെടുമെന്നാണ്. പക്ഷെ അതൂത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. നിന്റെ സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തെ അല്ല, എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് പോ. ഞാൻ ഒരു വാക്ക് പറയാം. മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇടപെടാത്ത ദൈവം നാറുന്നു എന്ന് പറഞ്ഞ് അന്ന് ഇടപെട്ടു. എൻ്റെ ദൈവമക്കളെ ഒന്ന് കേൾക്കാവോ? അപ്പം മരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ മിണ്ടാതിരുന്നില്ലേ? പക്ഷെ നാറുന്നു എന്ന് പറഞ്ഞാൽ ആ മൗനം തുടരുകയില്ല. അവൻ എഴുന്നേൽപ്പിച്ചിരിക്കും ലാസറിനെ. ഇന്ന് രാത്രി ഈ യോഗത്തിൽ കൂടുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് ഷാർപ്പ് ചെയ്ത് പറയുന്നു, നിന്റെ ജീവിതത്തിൽ പല പ്രശ്നം ഉണ്ടായിട്ടും ആരാധിച്ച നിന്നോട് ദൈവം പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഇനി ദൈവം മിണ്ടാതിരിക്കുകയില്ല. ചിലരുടെ വിഷയത്തിൽ അടിയന്തരമായി ദൈവം ഇടപെടാൻ പോകുകയാണ്. പിടിക്ക ആ ദൂത് പിടിക്ക. നിന്റെ തലമുറയുടെ വിഷയത്തിൽ അടിയന്തരമായി എനിക്ക് ആ വാക്കെന്റെ നെഞ്ചിനകത്ത് കയറി ഇങ്ങനെ കൊളുത്തുക. മരിച്ചെന്ന് കേട്ടിട്ട് മിണ്ടാതിരുന്നപ്പോ നീ ഓർത്ത എന്താ? ഞാൻ തെളിവ് പറഞ്ഞു വെച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഇവർക്ക് എത്തിക്കാണുമല്ലേ? യേശുവിന്റെ കല്ലറയ്ക്കലേക്ക് ഒരു ചേച്ചി ഓടിയായിരുന്നു, ഓർക്കുന്നുണ്ടോ? ആരാ? ഒച്ചത്തി പറ. മദലിന്റെ കാര്യത്തിൽ മാറിയ. ഞാനൊരു ബുക്കിനകത്ത് വായിച്ചത് അവൾ ഒത്തിരി കിലോമീറ്ററുകൾ ഓടിയതാണ്. അതിനകത്ത് 80 എന്നൊക്കെയാണ് ഞാൻ വായിച്ചത്. എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ മേല. ഇനി അത് ഓൺലൈനിൽ വല്ലവരും കേട്ടിട്ട് അവർ നാളെ രാവിലെ എൻ്റെ നമ്പർ വിളിച്ചിട്ട് പിന്നെ ഇസ്രായേലിൽ പോയി അളന്നു നോക്കാനൊന്നും എനിക്ക് നേരെ ഇല്ലാത്തത് കൊണ്ട് എന്നെങ്കിലും ആട്ടെ. ഏതായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി കേട്ടെ, ഇരുട്ടുള്ളപ്പോഴാണ് അവൾ കല്ലറയ്ക്കലേക്ക് ഓടിയത്.
നിങ്ങളിപ്പോൾ യോഗം കഴിഞ്ഞ് ഇരുട്ടത്തല്ലേ വീട്ടിലോട്ട് പോകുന്നത്? കേരളത്തിൽ ഇരുട്ടത്ത് വീട്ടിൽ പോയാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ പലസ്തീൻ നാട്ടിൽ അവിവാഹിതയായ ഒരു പെണ്ണ് ഇരുട്ടത്ത് ഒറ്റയ്ക്ക് റോഡിലിറങ്ങിയാൽ അവളെ വ്യഭിചാരി എന്ന് ഭിത്തിയിൽ എഴുതാം. പട്ടണവാതിക്കൽ നിർത്തി കല്ലെറിയണം. അവളുടെ അപ്പം തന്നെ ആദ്യത്തെ കല്ലെറിയണം. ഇരുട്ടത്തിറങ്ങിയാൽ അവളുടെ ജീവിതം തീരും, അവളുടെ അന്തസ് തീരും. എന്നിട്ടും മറിയ ഇരുട്ടത്ത് കല്ലറയ്ക്കലൊക്കെ ഓടിയ കാര്യം അറിയോ? കുടുംബജീവിതം ഇല്ലേലും വേണ്ട, എനിക്ക് അവനെ കിട്ടണം, യേശുവിനെ. എൻ്റെ വാസ്ത, എൻ്റെ ചോദ്യം, ഒരു ചെറുപ്പക്കാരി സഹോദരി, ഇതൊന്ന് കേട്ടെ, ഒന്ന് കേക്ക്. ഒരു ചെറുപ്പക്കാരി സഹോദരി ഒറ്റയ്ക്ക് ഇരുട്ടത്ത് ഇറങ്ങി, അവള് മുച്ചിട്ട് കളിക്കാൻ പോയതാണോ? വെല്ലു ഒന്ന് പറഞ്ഞേച്ചു പോവും. മുച്ചിട്ട് കളിക്കാൻ പോയതാണോ? കുലുക്കിക്കുത്ത് കളിക്കാൻ പോയതാണോ? വ്യഭിചാരം ചെയ്യാൻ പോയതാണോ? ആരെങ്കിലും മോഷ്ടിക്കാൻ പോയതാണോ? പിന്നെ എന്തിനു പോയതാ? ആരെ കാണാൻ? ശ്രദ്ധിച്ചേ, അവള് പോയത് ഏറ്റവും മൂല്യമുള്ള കാര്യത്തിനല്ലേ, യേശുവിനെ കാണാൻ. അപ്പൊ എൻ്റെ ചോദ്യം, പഴയ നിയമത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? പഴയ നിയമത്തിൽ യോശുവയ്ക്ക് വേണ്ടി ദൈവം രാത്രിയെ പകലാക്കിയില്ലേ? ഇല്ലേ? മൂള്. ഈ സഹോദരിക്ക് വേണ്ടി ആ രാത്രി ഒന്ന് പകലാക്കിയാൽ എന്താ വെച്ചാ കുഴപ്പം? ഇതൊക്കെ ഏത് നാട്ടുകാരാ? എന്റെ ചോദ്യം തെറ്റിപ്പോയോ? എടോ, താനിങ്ങനെ ഇരുന്നാൽ തന്റെ ഓക്സിജന്റെ ലെവൽ താന്നു പോകും കേട്ടോ. ശ്വാസമെങ്കിലും മരിക്കണം. ഞാൻ ചോദിച്ചത് തെറ്റാണോ സിസ്റ്ററെ? യേശുവിനെ കാണാൻ പോയതല്ലേ? അപ്പാ ദൈവം ഇടപെട്ടില്ല. ഇപ്പൊ എനിക്ക് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ. എൻ്റെ മൂത്ത കൊച്ചിൻ്റെ കല്യാണം വരുന്നു. അപ്പൊ എനിക്ക് ഇച്ചിരി പൈസയുടെ ആവശ്യമുണ്ട്. ഞാൻ ഓടി വന്നേച്ച് ഇദ്ദേഹത്തോട് പറയാം, ഇവിടെ എനിക്കൊരു 1,00,000 രൂപ തരാം. അന്നേരം പുള്ളി പറയാം, അയ്യോ ഇന്നലെ ചോദിക്കാൻ മേലായിരുന്നു. അന്നേരം എനിക്ക് മനസ്സിലായി ഇവൻ കൊടുക്കുന്ന സാധനം അല്ല, അവൻ മറിഞ്ഞ് തലകുത്തി മറിഞ്ഞതാ. അപ്പൊ പിന്നെ ഈ മനുഷ്യന് ഉണ്ടയിടുമെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ 2ാമത്തെ കൊച്ചിന്റെ കല്യാണത്തിന് ഞാൻ വായ്പ വയ്ക്കാൻ പോവോ? പറഞ്ഞേ. അങ്ങനെയാണ് നിങ്ങൾ പറ. ഈ ഇരുട്ടത്തൂടെ പോയ മറിയെ ദൈവം സഹായിച്ചില്ലെങ്കിൽ, സഹായിച്ചോ? ഇല്ലെങ്കിൽ അടുത്ത വിഷയത്തിൽ ദൈവം സഹായിക്കുമോ? പക്ഷെ ഞാൻ ഞെട്ടിപ്പോയത് എവിടെയാണെന്നറിയോ? ഇരുട്ടിനെ മാറ്റാത്ത ദൈവം കല്ലറയുടെ വാതിക്കല കല്ല് മാറ്റി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, അപ്പേ എന്തായി ചെയ്തത്? ഇരുട്ട് മാറ്റാത്ത നീ എന്തിനാ കല്ല് മാറ്റിയെന്ന് ചോദിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞൊരു വാക്യം നിങ്ങളോട് പറയാം. എൻ്റെ സുഭാഷേ, ഞാൻ ഇരുട്ട് മാറ്റിയില്ലേലും എൻ്റെ മറിയയ്ക്ക് എന്നോടുള്ള സ്നേഹം, അവൾ ഏത് ഇരുട്ടത്തോടെ ഇവിടെ വരും. പക്ഷേ അവൾ എത്ര നോക്കിയാലും ഈ കല്ല് മാറുകയില്ല. അവൾക്ക് പറ്റുന്ന വിഷയം അവൾക്ക് കൊടുത്തേച്ച് പറ്റാത്ത വിഷയം ഞാൻ എടുത്തു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം നമുക്ക്. നീ ദൈവത്തെ സേവിച്ചിട്ട് പലപ്പോഴും ചോദിച്ചില്ലേ, കർത്താവേ നീ എന്നിട്ടും എന്താ എൻ്റെ ആ കാര്യത്തിലൊന്നും ഇടപെടാത്തതെന്ന്? പക്ഷെ ഇന്ന് രാത്രി ഈ സഭയോട് പറയാൻ കർത്താവിനോട് പറയാം, നിന്റെ വിഷയത്തിന്റെ മറുപടി ഇനി നീളത്തില്ലെന്ന്. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചു പിടിച്ചേച്ച് നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ഉറപ്പിച്ചേ, ദീനമായി കിടക്കുന്നു എന്ന് കേട്ടിട്ട് മിണ്ടാത്ത ദൈവം നാറ്റം വെച്ചെന്ന് കേട്ടാൽ അടങ്ങിയിരിക്കുകയാണ്. ഓ വർണ്ണിച്ചിട
എനിക്കെന്റെ നാവ് പോരായേ, എണ്ണി തീർത്തിടാമോ യേശു ചെയ്തത്. വർണ്ണിച്ചിട എനിക്കെന്റെ നാവ് പോരായേ, എണ്ണി തീർത്തിടാമോ യേശു ചെയ്തത്. ആയിരമാ സ്തുതിച്ചിടുന്നേ, ആനന്ദ ഹസ്തങ്ങളെ ഉയർത്തി. ആയിരമാ സ്തുതിച്ചിടുന്നേ, ആനന്ദ ഹസ്തങ്ങളെ. ഇന്ന് രാത്രി കർത്താവ് തൊട്ട് പറയുന്നു, അവൻ നിന്നെ മറന്നിട്ടില്ല, അവൻ നിന്നെ മറന്നിട്ടില്ല, അവൻ നിന്റെ വീടിനെ മറന്നിട്ടില്ല, നിന്റെ തലമുറയെ അവൻ മറന്നിട്ടില്ല, നിന്റെ സാമ്പത്തിക പ്രശ്നം അവൻ മറന്നിട്ടില്ല, നിന്റെ രോഗം അവൻ മറന്നിട്ടില്ല. ഓ എൻ യേശുവേ, എൻ ജീവനേ, എൻ ആശ നീ മാത്രമാ. ഓ എൻ ആശ നീ മാത്രമാ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരുടെ കയ്യിലുള്ളത് പിടിച്ചിട്ട് പറ, ദൈവം നിന്നെ മറന്നിട്ടില്ലെന്ന് പറ. ഓ മറന്നാലോ ഒരമ്മ തൻ കുഞ്ഞിനെ മറക്കയില്ലൊരു നാളും നീ എന്നെ. ഓ മറന്നാലോ ഒരമ്മ തൻ കുഞ്ഞിനെ മറക്കയില്ലൊരു. ഇല്ല, ഈ സഭയ്ക്കകത്തൊരു മേഘം നിൽക്കുക, എന്നോട് പറയുക, ഞാൻ നിന്നെ മറന്നതല്ല, മറന്നതല്ല. കരമടിച്ച് ആരാധിച്ച്, കരമടിച്ച്